ഇന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ ഫുള്ളി ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാറ്. സോ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് റൊമാൻറ്റിസൈസിങ് മൈ ഡേ ചെയ്യാമെന്ന്. ഈ റൊമാൻറ്റിസൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, കുറച്ച് പ്രൊഡക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുക, നമ്മളെ തന്നെ ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനാണ് ഈ റൊമാൻറ്റിസൈസിങ് എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ മൂവീസ് കാണുക എന്നുള്ളത്. സോ ഞാൻ ബാംഗ്ലൂർ ഡേയ്സ് സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ വിചാരിച്ചു ഒന്ന് ക്ലീൻ ചെയ്യുക. എൻ്റെ ടേബിളും കാര്യങ്ങളൊക്കെ ഭയങ്കര മെസ്സായി കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചു. എൻ്റെ വീഡിയോ നിങ്ങൾ കാണലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, കൂടുതൽ വീഡിയോസിലും ഓർഗനൈസിങ്ങും ക്ലീനിങ്ങും ഒക്കെയാണ് മെയിനായിട്ട് ഉണ്ടാവാറ്. എനിക്ക് ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന കാര്യമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതിന് ശേഷം ഞാൻ മൊത്തത്തിലൊന്ന് സാനിറ്റൈസ് ചെയ്ത് തോത്തി വൃത്തിയാക്കി. ഈ ഒരു മിററും കാര്യങ്ങളും ഞാൻ കുറേ ആയി വൃത്തിയാക്കണം വിചാരിക്കണേ. ഇപ്പോഴാണ് ടൈം കിട്ടിയത്. അപ്പോൾ ഞാൻ നല്ല രീതിക്കൊന്ന് തോത്തി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ വിൻഡോൻ്റെ ആ സൈഡിലൊക്കെ നല്ല രീതിക്ക് പൊടിയും മാറാലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഞാൻ എൻ്റെ ഷെൽഫിൽ കുറച്ച് സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് സ്മെല്ലിന് വേണ്ടി മാത്രം ചെയ്തതാണ്. പിന്നെ എൻ്റെ ഈ ഒരു സ്വിച്ച് ബോർഡ് ഞാൻ കുറേ ആയി എന്തൊക്കെയോ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വൃത്തികേടാക്കി. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരതി വൃത്തിയാക്കി. പിന്നെ ഒരു ബർബണും ചായയും കുടിച്ചു. ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ ഒരു കാര്യം നെക്സ്റ്റ് അക്കാദമിക് ഇയറിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനായിട്ട് നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ അസൈൻമെൻറ്റിൻ്റെ പേപ്പറോ അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഒരു പേപ്പർ എടുത്താൽ മതി. ഞാനിവിടെ വേസ്റ്റ് ആയിട്ടുള്ള A4 ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം അതിൻ്റെ അകത്ത് നല്ല രീതിക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വാട്ടർ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പെയിൻറ്റ് ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ പെയിൻറ്റിൽ നല്ല രീതിക്ക് വെള്ളമാക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. അതിന് ശേഷം അതിൻ്റെ ഒരു കോർണറിൽ നല്ല രീതിക്ക് പശാക്കി കൊടുക്കുക. അതായത് സ്റ്റിക്ക് പോലത്തെ ഗമ്മില്ല, അതാക്കി കൊടുക്കുക. അതിന് ശേഷം അത് ഉണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എഴുതി അതിൻ്റെ ഒരു എഡ്ജ് പോർഷനിൽ വെള്ളമാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പശ താനേ ആക്ടിവേറ്റ് ആവും. നിങ്ങൾക്ക് കയ്യിൽ നിങ്ങളുടെ തോട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ ടു ഡു ലിസ്റ്റോ ഒക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഒട്ടും ചിലവില്ലാതെ ഇത് ഉണ്ടാക്കാനും പറ്റും. ഭയങ്കര ഭംഗിയുണ്ടാവും കാണാനായിട്ട്. പിന്നെ എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഈ വ്ളോഗ് കാണുക, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതും ഇപ്പം ഞാൻ ഒട്ടും ചെയ്യാത്തതായിട്ടുള്ളൊരു കാര്യമാണ് സ്കെച്ചിങ് എന്ന് പറയുന്നത്. ശരിക്കും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡ്രോ ചെയ്യുക, സ്കെച്ച് ചെയ്യുക, അതൊക്കെ ശരിക്കും ഭയങ്കര പ്രൊഡക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മേ ബി നമുക്ക് മടിയായിരിക്കും ചെയ്യാൻ, ബട്ട് സ്റ്റിൽ അതൊന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഫൈനൽ ഔട്ട്പുട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീൽ ഗുഡായിട്ട് തോന്നും. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിക്കൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വാം ലൈറ്റിൽ ഈ ഒരു ബുക്ക് വായിക്കാമെന്ന്. ശരിക്കും എനിക്ക് ബുക്ക് വായിക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ വിചാരിച്ചു ഈ ഒരു വാം ലൈറ്റിൽ ബുക്ക് ഇങ്ങനെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവില്ലേ വിചാരിച്ചിട്ട് ആകെ 2 ലൈനൊക്കെ വായിച്ചിട്ടുള്ളൂ. ബുക്ക് വായിക്കാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. എക്സാം ആണെങ്കിലും ഞാൻ പൊതുവെ ബുക്ക് വായിക്കാറില്ല. നിങ്ങൾ ഈ കാണുന്ന വാൾ പോസ്റ്റർ ഞാൻ തന്നെ പെയിൻറ്റ് ചെയ്തെടുത്താണ്. പിന്നെ ഈ ഒരു റെഡ് ക്രോഷ്യ പ്രൊജക്റ്റ് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതെന്തോ ബുക്ക് മാർക്ക് എന്തോ ആയിരുന്നു, ബട്ട് ഞാനിങ്ങനെ തൂക്കിയിട്ടു. പിന്നെ ഞാൻ ഈ കാണിക്കുന്നത് എൻ്റെ റൂമിലെ കുഞ്ഞു കുഞ്ഞു ഡെക്കോറുകളാണ്. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്, കുറേ മുന്നേ ചെയ്തിട്ടുള്ള, പണ്ടെന്ന് പറഞ്ഞാൽ കുറേ കാലം മുന്നേ ചെയ്ത കുറേ ഡെക്കോർസ് ഇപ്പോഴും എൻ്റെ റൂമിലുണ്ട്. ഇന്നത്തെ ദിവസം സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡേ ആണ്. കാരണം ഭയങ്കര പ്രൊഡക്റ്റീവായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്നത്തെ ദിവസം ചെയ്തിട്ടുള്ളൂ. സോ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.